ഇപ്പോൾ നമ്മൾ സോയ ഇവിടെ നീളത്തിൽ ഒരു സോയ നാലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സവാളയും ക്യാപ്സിക്കും തക്കാളി എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന മസാലകളെല്ലാം കൂടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുവറുത്ത് ഇത് വഴറ്റുന്നതിലേക്ക് പോവാം. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റണം. മസാലകളെല്ലാം ചേർത്ത് പച്ച ചുവ മാറുന്നവരെ വഴറ്റണം. ഇപ്പോൾ നമ്മൾ സോയയിൽ അരപ്പൊക്കെ പിടിച്ച് നമ്മൾ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും കൂടെ ഇതിൻ്റെ അകത്തിട്ട് വീണ്ടും വഴറ്റി യോജിപ്പിക്കണം. എപ്പോഴും നമ്മൾ മസാല ഓരോ പ്രാവശ്യം ഓരോ സാധനം ഇട്ട് ഇളക്കുമ്പോഴും മസാല എല്ലാത്തിലും നല്ലപോലെ പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.